ഏ യൂറി ഗഗാറിൻ ശൂന്യാകാശത്ത് പറക്കുന്നത് പോലെ ഞാനിതെങ്ങോട്ടായി പൊങ്ങിപ്പോകുന്നത്? ആഹാ, ശൂന്യാകാശത്ത് നിന്ന് നിറയൊഴിക്കാൻ പ്രത്യേക പരിശീലനം വാഷിംഗ്ടണിൽ ചെന്ന് നേടിയവനായി ഈ ജമ്പൻ. വെടിവെക്കാൻ വരട്ടെ. ഏ മായാവി, എന്താ ഈ വഴി? ഡിറ്റക്റ്റീവ് ജമ്പൻ ആകാശത്തും കുറ്റാന്വേഷണം തുടങ്ങിയോ? ജമ്പൻ മായാവിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. തുമ്പൻ പറഞ്ഞു കേട്ടിടത്തോളം അതൊരു പുരാവസ്തുവായിരിക്കണം, വിലപിടിപ്പുള്ള ഒരു രാജമുദ്ര. ശരി, നമുക്ക് നോക്കാം. ആദ്യം താഴെ ഇറങ്ങാം. ഓം ഹ്രീ. അമ്മൂമ്മേ, ദേ മേലോട്ട് പോയവൻ താഴേക്ക് വരുന്നു. അയ്യോ, മായാവിയുമുണ്ട്. ഓടിക്കോ കുട്ടൂസാ, ഇനി രക്ഷയില്ല. അങ്ങനെ അങ്ങോട്ട് രക്ഷപ്പെട്ടാലോ? ഈ ഈ ഹാ. അയ്യോ ആ കിളവനും കിളവിയും കടന്നു കളഞ്ഞു. കുഴപ്പമില്ല, നമുക്ക് ഇവൻ മതി. അയ്യോ, എന്നെ വെറുതെ വിടണേ. വിട്ടില്ലെങ്കിൽ ഞാൻ തീ ഊതും. തീ ഊതിയാൽ ഞാൻ നിന്റെ വായിൽ മണ്ണെണ്ണ ഒഴിക്കും. മിണ്ടാതിരിയണോ? തുമ്പനെ കാണാനില്ലല്ലോ. വരൂ, നമുക്കൊന്ന് പോയി നോക്കാം. എന്താ, എന്തു പറ്റി? മരത്തിന് മുകളിൽ എന്തോ ശബ്ദം. ആ, വല്ല കിളികളുമായിരിക്കും. വഴി തെറ്റിയിട്ടില്ല. ഇവിടെ ഒരു പാമ്പിന്റെ മണമുണ്ട്. ഏ, അതാ അവൻ. തുമ്പൻ അന്വേഷിച്ച പാമ്പ് സൂത്രന്റെ കഴുത്തിൽ. അയ്യോ, ആ കുറുക്കന്റെ കഥ കഴിഞ്ഞു ആവോ. പാമ്പിനെ എങ്ങനെ പിടിക്കും? ക്യാ കരൂങ്ക. തുമ്പന്റെ ചിന്തകൾ പരക്കം പാഞ്ഞു. അപ്പോഴതാ വേറൊരാൾ. സൂത്രനെ എന്തു പറഞ്ഞു സമാധാനിപ്പിക്കും? കാട്ടുപോത്തിനെ കണ്ടപ്പോൾ ഓടിയതിന് ദേഷ്യം കാണും, ഉറപ്പ്. ഐഡിയ. സൂത്രന്റെ കഴുത്തിൽ കെട്ടിയ ആ വള്ളി അഴിക്കാൻ പറ്റില്ലെന്നല്ലേ മൂങ്ങവൈദ്യര് പറഞ്ഞത്? ഞാൻ ചെന്ന് ആ വള്ളി അഴിച്ചു കൊടുക്കും. സൂത്രന്റെ പിണക്കവും മാറും. ദാ കിടക്കുന്നു സൂത്രനും വള്ളിയും. പാവം.